ഹലോ ട്രെയിനീസ്, ഇന്ന് നമ്മൾ വൈൻഡിങ് സ്ട്രിപ്സ്, ക്രോസ് പ്ലാനിംഗ്, എഡ്ജ് പ്ലാനിംഗ്, ഫ്ലാറ്റ്നെസ് ചെക്കിംഗ്, സ്ക്വയർനെസ് എന്നിവ വിഷയത്തിനെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഈ വീഡിയോയുടെ ലക്ഷ്യങ്ങൾ വൈൻഡിങ് സ്ട്രിപ്സ് യൂസ് ചെയ്യാനുള്ള സ്റ്റെപ്സ് മനസ്സിലാക്കാം, ക്രോസ് ഗ്രെയിൻ പ്ലെയിൻ ചെയ്യാം, എഡ്ജ് പ്ലെയിൻ ചെയ്യാം, ഫ്ലാറ്റ്നെസ്സിൻ്റെ അക്യുറസി ടെസ്റ്റ് ചെയ്യാം, സ്ക്വയർനെസ്സിൻ്റെ അക്യുറസി ടെസ്റ്റ് ചെയ്യാം, ഇൻസൈഡ് സ്ക്വയർനെസ്സിൻ്റെ അക്യുറസി ടെസ്റ്റ് ചെയ്യാം, ട്വിസ്റ്റ്നെസ്സിൻ്റെ അക്യുറസി ടെസ്റ്റ് ചെയ്യാം. അതിനായി ആദ്യം നമ്മൾ ജോബ് സീക്വൻസും തുടർന്ന് സ്കിൽ സീക്വൻസിലേക്ക് പോകാം. ലെറ്റ്സ് സ്റ്റാർട്ട്. വൈൻഡിംഗ് സ്ട്രിപ്പുകളുടെ ഉപയോഗം. സമാന്തരമായ എഡ്ജുകളുള്ള തികച്ചും സ്ട്രെയിറ്റ് തടിക്കഷ്ണങ്ങളാണ് വൈൻഡിംഗ് സ്ട്രിപ്പ്. സാധാരണയായി അവ ഏകദേശം 375 മില്ലിമീറ്റർ നീളവും 35 മില്ലിമീറ്റർ വീതിയും 20 മില്ലിമീറ്റർ കട്ടിയുള്ളതുമാണ്. ഏതെങ്കിലും തടിപ്രതലത്തിന്റെ ഫ്ലാറ്റ്നെസ് പരിശോധിക്കാൻ അവ ഉപയോഗിക്കുന്നു. ജോലിയുടെ ഫ്ലാറ്റ്നെസ് പരിശോധിക്കുന്നതിനായി ഒരു വടി ഒരറ്റത്തും മറ്റേ വടി ജോബിന്റെ മറ്റേ അറ്റത്തും സ്ഥാപിച്ചിരിക്കുന്നു. സ്റ്റിക്കുകളുടെ ടോപ്പ് എഡ്ജുകൾ പാരലൽ അല്ലെങ്കിൽ സർഫസ് അസമമായിരിക്കുമെന്ന് പറയപ്പെടുന്നു, അല്ലെങ്കിൽ അവ ഇൻവൈൻഡിംഗ് ആണെന്ന് പറയപ്പെടുന്നു. ജോബിന്റെ ഉയർന്ന തലങ്ങൾ പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ജോലിസ്ഥലത്ത് വൈൻഡിംഗ് സ്ട്രിപ്പുകൾ സ്ഥാപിക്കുകയും സ്ട്രിപ്പുകളുടെ മുകൾ ഭാഗം ഒത്തുചേരുകയും ചെയ്യുന്നുവെങ്കിൽ ലെവൽ വൈൻഡിങ്ങിന് പുറത്താണെന്നും അത് തികച്ചും ഫ്ലാറ്റ് ആണെന്നും പറയപ്പെടുന്നു. ചുളിവുകളോ അസമത്വമോ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വീതിയിലോ നീളത്തിലോ വളയുന്ന വൈൻഡിംഗ് സ്ട്രിപ്പുകൾ ഉപയോഗിക്കുന്നു. പരന്നതും വളച്ചൊടിച്ചതും പരിശോധിക്കുന്നതിനുള്ള ആവശ്യകത. ആസൂത്രണം ചെയ്ത മരം വളച്ചൊടിക്കാതെയും മുകളിലേക്കും താഴേക്കുമായിരിക്കണം. ഫർണിച്ചർ കാലുകൾ തറയിൽ ശരിയായി ഇരിക്കും. മരം തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് തടി വളയാതെ പരിശോധിക്കുക, അത് പരന്നതായിരിക്കണം. വുഡ് വൈൻഡിംഗ് സ്ട്രിപ്പിൽ മുകളിലേക്കും താഴേക്കും കണ്ടെത്താൻ ഉപയോഗിക്കുന്നു. മുകളിലും താഴെയും വളവില്ലാത്ത നല്ല മരങ്ങളാണ് ജോയിന്റുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. തടി നല്ലതാണെങ്കിൽ വാതിലും ജനലും ക്ലിയറൻസ് ഇല്ലാതെ ശരിയായി അടയ്ക്കാം. ടാസ്ക് 2. ക്രോസ് പ്ലെയിനിംഗ്. ഗ്രെയിനിന് കുറുകെ ബ്ലേഡ് മൂർച്ചയുള്ളതായി വയ്ക്കുക. പ്ലെയിനിങ്ങിനായി ജാക്ക് പ്ലെയിൻ സജ്ജമാക്കുക. ജോബ് വർക്ക് ബെഞ്ചിൽ വയ്ക്കുക, അല്ലെങ്കിൽ ആശാരിയുടെ വശത്ത് മുഖം ഉയർത്തി ജോലി പിടിക്കുക. ജോബിനെ 200x25x250 മില്ലിമീറ്ററിൽ വയസിൽ വയ്ക്കുക. പാക്കിംഗ് കഷ്ണം വശത്തേക്ക് വെച്ചുകൊണ്ട് ജോബ് വൈസ് 15 മില്ലിമീറ്ററിൽ മുറുക്കുക. പിളരുന്നത് ഒഴിവാക്കാൻ ദൃഢമായ ഉളി ഉപയോഗിച്ച് കോണുകൾ ട്രിം ചെയ്യുക. ആദ്യം ഒരു വശത്തെ ഗ്രെയിനിൽ പ്ലെയിൻ ചെയ്യുക, പിന്നെ മറുവശത്ത് നിന്ന് പ്ലെയിൻ ചെയ്യുക. ഒരു എഡ്ജ് കോണിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഡയഗണലായി പ്ലെയിൻ ചെയ്യുക. അരികുകളിൽ നിന്ന് മധ്യഭാഗത്തേക്ക് പ്ലെയിൻ ചെയ്യുക. ട്രൈ സ്ക്വയറും സ്ട്രെയിറ്റ് എഡ്ജും ഉപയോഗിച്ച് ഫ്ലാറ്റ്നെസ് പരിശോധിക്കുക. വീണ്ടും പ്ലെയിൻ ചെയ്യുക. ഉയർന്ന പാടുകൾ കണ്ടെത്തിയാൽ 200x20x250 മില്ലിമീറ്റർ അളവിലുള്ള നിരപ്പായ പ്രതലം ലഭിക്കുന്നതുവരെ നടപടിക്രമം ആവർത്തിക്കുക. ടാസ്ക് 3. എഡ്ജ് പ്ലെയിനിംഗ്. ജോലിയുടെ അളവുകൾ പരിശോധിക്കുക. ഒരറ്റത്ത് നിന്ന് പ്ലെയിനിംഗ് ആരംഭിക്കുക. പിളരുന്നത് ഒഴിവാക്കാൻ ദൃഢമായ ഉളി ഉപയോഗിച്ച് കോണിൽ ട്രിം ചെയ്യുക. വയസിൽ ജോബ് പിടിക്കുക. പ്ലെയിനിംഗ് തുടങ്ങുന്നതിന് മുൻപ് ജോബ് പിളരുന്നത് ഒഴിവാക്കാൻ മൂലയ്ക്ക് പിന്നിലൊരു വേസ്റ്റ് തടി മുറുകെ പിടിക്കുക. ഒരു നിരപ്പായ ഉപരിതലം ലഭിക്കുന്നതുവരെ പ്ലെയിനിംഗ് തുടരുക. മറ്റേ അറ്റത്ത് നിന്ന് പ്ലെയിനിംഗ് ആരംഭിക്കുക. നിങ്ങൾക്ക് നിരപ്പായ പ്രതലം ലഭിക്കുന്നതുവരെ രണ്ടറ്റവും മധ്യഭാഗത്തേക്ക് പ്ലെയിനിംഗ് തുടരുക. അവസാനം ഘടിപ്പിച്ചിരിക്കുന്ന പാഴ്മരം നീക്കം ചെയ്യുക. ഒരു ട്രൈ സ്ക്വയർ ഉപയോഗിച്ച് അറ്റത്തിന്റെ നിരപ്പായ ഉപരിതലം പരിശോധിക്കുക. മറ്റേ അറ്റത്തിനും അതേ നടപടിക്രമം ആവർത്തിക്കുക. ജോബ് സീക്വൻസ്. ഫ്ലാറ്റ്നെസ്സിന്റെ കൃത്യത പരിശോധിക്കുക.
ജോബ് വർക്ക് ബെഞ്ചിൽ സ്ഥാപിക്കുക. വലതു കൈയിൽ ട്രൈ സ്ക്വയർ പിടിക്കുക. ഉപരിതലത്തിന്റെ ഫ്ലാറ്റ്നെസ് പരിശോധിക്കുക. ചതുരത്തിന്റെ കൃത്യത പരിശോധിക്കുക. ജോബ് വർക്ക് ബെഞ്ചിൽ സ്ഥാപിക്കുക. വലതു കൈയിൽ ട്രൈ സ്ക്വയർ പിടിക്കുക. ജോബിന്റെ ചതുരം പരിശോധിക്കുക. അകത്തെ ചതുരത്തിന്റെ കൃത്യത പരിശോധിക്കുക. ജോബ് വർക്ക് ബെഞ്ചിൽ സ്ഥാപിക്കുക. ട്രൈ സ്ക്വയർ വലതു കൈയിൽ പിടിക്കുക. ജോബിന്റെ ആന്തരിക സമചതുരം പരിശോധിക്കുക. ഉപരിതലത്തിൽ വളച്ചൊടിച്ചതിന്റെ കൃത്യത പരിശോധിക്കുക. ജോബ് വർക്ക് ബെഞ്ചിൽ സ്ഥാപിക്കുക. വലതു കൈയിൽ ട്രൈ സ്ക്വയർ പിടിക്കുക. ഉപരിതലത്തിന്റെ ട്വിസ്റ്റ്നെസ് പരിശോധിക്കുക. റീക്യാപ്പ്. ഈ വീഡിയോയിൽ നമ്മൾ വൈൻഡിംഗ് സ്ട്രിപ്സ് യൂസ് ചെയ്യാനുള്ള സ്റ്റെപ്സ് മനസ്സിലാക്കി. ക്രോസ് ഗ്രെയിൻ പ്ലെയിൻ ചെയ്യാനും എഡ്ജ് പ്ലെയിൻ ചെയ്യാനും ഫ്ലാറ്റ്സിൻ്റെ ആക്യുറസി ടെസ്റ്റ് ചെയ്യാനും സ്ക്വയർസിൻ്റെ ആക്യുറസി ടെസ്റ്റ് ചെയ്യാനും ഇൻസൈഡ് സ്ക്വയർസിൻ്റെ ആക്യുറസി ടെസ്റ്റ് ചെയ്യാനും ട്വിസ്റ്റ്നെസ്സിൻ്റെ ആക്യുറസി ടെസ്റ്റ് ചെയ്യാനുമാണ് പഠിച്ചത്. ഈ വീഡിയോയിൽ കാണിച്ചതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.